തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കറിനെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ നിയമനത്തിന് യാതൊരു അസാംഗത്യവുമില്ല. കാരണം കേരളത്തിലെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ CEO ആയിട്ട് നിയമിക്കുന്നത്. ആകെ കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിന് മാത്രമേ വലിയ നടപടിക്രമങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളത് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരുമായിട്ട് ആലോചിച്ചാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ രത്തൻ കേൽക്കറിനെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് നിയമിച്ചു. അദ്ദേഹമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളൊക്കെ നടത്തിയത്. അദ്ദേഹം അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. കേരളത്തിൽ വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടന്നു. നല്ല രീതിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. കാരണം വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഇനി ഇതിന് കുറച്ച് ദിവസം മുമ്പ് പശ്ചിമ ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, അതായത് കേരളത്തിലെ രത്തൻ കേൽക്കറിന് തുല്യമായ പദവിയിലിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ മനോജ് അഗർവാൾ, അദ്ദേഹവും ഒരേ സമയത്താണ് കേരളത്തിലും പശ്ചിമ ബംഗാളും തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രത്തൻ കേൽക്കറാണ് CEO എങ്കിൽ പശ്ചിമ ബംഗാൾ മനോജ് അഗർവാൾ ആയിരുന്നു CEO. ഇലക്ഷന് ശേഷം പശ്ചിമ ബംഗാൾ സർക്കാർ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മനോജ് അഗർവാളിനെ പശ്ചിമ ബംഗാളിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയോഗിച്ചു. കാരണം അദ്ദേഹം 1990 കേഡറിലെ IAS ഓഫീസറാണ്. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്? എന്തോ ഒരു പാതകം ചെയ്തതുപോലെയാണ് അവർ വ്യാഖ്യാനിച്ചത്. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞു, വലിയ കൊള്ളയ്ക്ക് പ്രതിഫലം, അതിനും വലിയ പ്രതിഫലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു കൊള്ളക്കാരനായിരുന്നു. അതിലും വലിയ അദ്ദേഹം നടത്തിയ കൊള്ളയ്ക്ക് അതിലും വലിയ പ്രതിഫലമായിട്ട് അദ്ദേഹത്തെ പശ്ചിമ ബംഗാളിലെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ രാഹുൽ ഗാന്ധിയെ പോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാവുമോ എന്ന് ആളുകൾ ചിന്തിക്കും. അപ്പൊ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളുള്ള ഒരു കുഴപ്പവുമില്ല. കാരണം ഓരോ സംസ്ഥാനത്തെയും ചീഫ് സെക്രട്ടറിമാരെ നിയമിക്കുന്നത് അവിടുത്തെ താരതമ്യേന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളെ IAS കാരനെ ചീഫ് സെക്രട്ടറി ആയിട്ട് തീരുമാനിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അത് കേന്ദ്ര സർക്കാരിന്റെ കൂടി അംഗീകാരം ആവശ്യമാണ്. അതേപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരുമായിട്ട് ആലോചിച്ചാണ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. ഈ പ്രക്രിയയൊക്കെ വളരെ ഭംഗിയായിട്ട് പശ്ചിമ ബംഗാളിലും കേരളത്തിലും നടന്നതാണ്. പക്ഷെ പശ്ചിമ ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ബഹളം ഉണ്ടാക്കുന്നു. കേരളത്തിലെ പത്രങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് എന്തോ ഒരു അപാകതയുണ്ട് എന്ന രീതിയിൽ എഴുതും. ഇപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് രത്തൻ കേൽക്കറെ VD സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പം രാഹുൽ ഗാന്ധിക്ക് അവിടെ കുഴപ്പം കാണുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിൽ കുഴപ്പം കാണാത്തത്? അപ്പൊ അവിടെ കൊള്ള നടന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി കുറെ നാളുകളായിട്ട് സർക്കാരിനെതിരെ കണ്ണും പൂട്ടിയുള്ള വിമർശനം, അതായത് താൻ പറയുന്ന കാര്യങ്ങളിൽ അസാംഗത്യമുണ്ട് എന്ന് സാധാരണക്കാർ സംശയിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ അദ്ദേഹം അബദ്ധജടിലങ്ങളായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ രാജ്യദ്രോഹികളാണ്, RSS രാജ്യദ്രോഹ സംഘടനയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു തെളിവും അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി തന്നെ ഒരു രാജ്യദ്രോഹിയാണെന്ന് ഈ റിപ്പബ്ലിക് TVയിലൂടെയൊക്കെ നമ്മൾ അർണബ് ഗോസ്വാമിയെ പോലെ ആളുകളൊക്കെ തെളിവുകൾ നിരത്തി അക്കങ്ങളിട്ട് പറയുകയാണ്. അക്കങ്ങൾ നിരത്തി പറയണം, 1, 2, 3 എന്ന് പറയാണ്. അദ്ദേഹം വിദേശത്ത് പോയി ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തി, ജോർജ് സോറോസിന്റെ കൂടെ നടന്നു. ജോർജ് സോറോസിന്റെ അനുയായിയാണ് അദ്ദേഹത്തിന്റെ കൂടെ. ഭാരത് ജോഡോ യാത്ര അല്ലെങ്കിൽ ഭാരത് തോഡോ യാത്ര എന്നൊക്കെ പലരും വിമർശിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഗാൽവാൻ കുന്നുകളിൽ ചൈന ആക്രമണം നടന്ന സമയത്ത് അദ്ദേഹം ചൈനീസ് അംബാസഡറുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നുള്ള തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത് അവിടെ കിടക്കും. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാ? SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതൊരു തട്ടിപ്പാണ്. അത് ആളുകളെ ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ബീഹാറിൽ നടത്തിയ സമയത്ത് അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കി. ആദ്യമൊക്കെ അന്നത്തെ ബീഹാറിലെ പ്രതിപക്ഷ
ഇരുന്ന ആർ ജെ ഡി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. തേജസ്വി യാദവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ തേജസ്വി യാദവിന് പിന്നെയും മനസ്സിലായി ഈ വക പൊട്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ടും ജനങ്ങളുടെ ഏശാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം ആ SIR കുറിച്ച് പിന്നെ പറയാൻ പോയില്ല. അങ്ങനെ SIR പശ്ചിമ ബംഗാളിൽ നടത്തി. ലക്ഷക്കണക്കിന് ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ആരെയാണ് ഒഴിവാക്കിയത്? അനർഹരായിട്ടുള്ള ആളുകളെ. എന്താണ് SIR? അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് കേന്ദ്രത്തിലെ BJP സർക്കാർ വന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR എന്നൊരു പ്രക്രിയ തുടങ്ങിയത് എന്നാണ് ആളുകൾ പലരും ധരിക്കുക. സത്യത്തിൽ 1950 മുതൽ SIR നടത്തുന്നുണ്ട്. 10 വർഷം കൂടുന്ന സമയത്താണ് SIR ഓരോ സ്ഥലത്തും നടത്തുന്നെങ്കിലും പല സ്ഥലത്തും പല രീതിയിലാണ് നടത്തുന്നത്. 56, 57 നടത്തിയിട്ടുണ്ട്, 64 നടത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും 10 വർഷം കൂടുന്ന സമയത്ത് കേരളത്തിലൊക്കെ തന്നെ SIR നടത്തിയിരുന്നു. 80കൾ നടത്തിയിട്ടുണ്ട്, 70കൾ നടത്തിയിട്ടുണ്ട്, 60കൾ നടത്തിയിട്ടുണ്ട്, 50കൾ നടത്തിയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഇല്ലാത്തൊരു കുഴപ്പം ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. എന്താണ് SIR എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയാം. ഇരട്ട വോട്ടുള്ള ആളുകളെ ഒഴിവാക്കുക, ഷിഫ്റ്റ് ചെയ്ത ആളുകളെ ഒഴിവാക്കുക, മരിച്ച ആളുകളെ ഒഴിവാക്കുക, അതേപോലെ തന്നെ അർഹരായ ആളുകളെ ഒഴിവാക്കുക. ഈ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ ഇപ്പൊ തന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കൂടിയത്? വോട്ടിംഗ് ശതമാനം കൂടിയത് ടോട്ടൽ ഇലക്ടറേറ്റ് കുറഞ്ഞതുകൊണ്ടാണ്. ടോട്ടൽ ഇലക്ടറേറ്റ് കുറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ പേര് തന്നെ പല സ്ഥലത്തും ഉണ്ടാവും. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് SIR കുഴപ്പമാണെന്ന് പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശശി തരൂർ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, കേരളത്തിൽ UDF ജയിക്കാൻ SIR കൂടി ഒരു കാരണമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ SIR പ്രക്രിയ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാരണം കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് CPM ചെയ്തു വരുന്നത് കള്ള വോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. CPMകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അവരവിടെ വോട്ട് ചെയ്യുന്നു, അവരവിടുന്ന് താമസം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് പോകുന്നു, അവിടെയും അവർ വോട്ടർ പട്ടികയിൽ ചേരുന്നു. അപ്പൊ അവിടെയും വോട്ട് ചെയ്യുന്നു, ഇവിടെയും വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള നിരവധി ക്രമക്കേടുകൾ. മരിച്ച ആളുടെ പേരിൽ വോട്ട് ചെയ്യുന്നു. അങ്ങനെ CPMന്റെ കള്ള വോട്ട് വ്യാപകമായിട്ട് കുറയാൻ ഇടയായിട്ടുണ്ട് SIR എന്നുള്ളത് ശശി തരൂർ പറയുന്നത്. അപ്പൊ UDFന്റെ വിജയത്തിൽ SIR ഒരു ഘടകം ആണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. അതേ സമയത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് SIR കുഴപ്പമാണെന്ന്. അപ്പൊ ഇതാണ് രാഹുൽ ഗാന്ധിയെ തുറന്നു കാണിക്കാൻ ആരാണ് ഇപ്പം ശ്രമിച്ചിരിക്കുന്നത്? ആരാണ് തുറന്നു കാണിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ തുറന്നു കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അനുയായിയായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാണ്. കാരണം പരസ്യമായിട്ട് രാഹുൽ ഗാന്ധി വിമർശിച്ചതാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരിക്കലും ചീഫ് സെക്രട്ടറി ആവാൻ പാടില്ല, അത് കൊള്ളക്കുള്ളൊരു കൊള്ളക്കുള്ളൊരു പ്രതിഫലമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിനുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ VD സതീശൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ കപടമായ വാദങ്ങളാണ് പൊളിയുന്നത്.